ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ സുക്സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ ജർമ്മനിയിലെ ഒരു ഹയസ്റ്റ് പീക്കിലേക്ക് പോവാണ്. ഇതാണ് സെൻട്രൽ സ്റ്റേഷനിൽ വന്നു. അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഗാർമിഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ട്രെയിൻ എടുത്തേക്കുക. അപ്പോൾ ഇതിപ്പം സിംഗിൾ ട്രെയിനാണ്. ഇപ്പം RB66 പ്ലസ് RB6 രണ്ടും കൂടെ ചേർന്നിരുന്നൊരു സിംഗിൾ ട്രെയിനാണ്. അപ്പോൾ അതിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ട്രെയിൻ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും, മറ്റേ ട്രെയിൻ ഇങ്ങോട്ട് പോകും. അങ്ങനെയാണ് നേരെ ഗാർമിഷിലെത്തും. ഇവിടെ ഗാർമിഷിലെത്തതിന് ശേഷം നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് മാറണം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം. ഇപ്പം നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 1.5 hours ജേർണിയാണ് ഗാർമിഷ്. ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളടുത്ത് സുക്സ്പിറ്റിലേക്ക് പോകാനായിട്ട് സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഒരു ടോപ്പ് ഓഫ് ജർമ്മനി എന്ന് പറഞ്ഞ സുക്സ്പിറ്റിലേക്കുള്ള വേറൊരു സ്റ്റേഷനുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ഇനി അടുത്ത ട്രെയിനാണോ അതോ ബസ്സാണെന്ന് അറിയില്ല, അവിടെ പോയി ചെക്ക് ചെയ്യണം. അതിലൂടെ നമ്മൾ ഈ കാണുന്ന സുക്സ്പിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പോൾ അത് ക്ലൈംബ് ചെയ്യാണ് ട്രെയിൻ ആക്ച്വലി ഇവിടെ. അപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു മല ഡ്രില്ല് ചെയ്ത ഒരു ടണൽ ഉണ്ടാക്കി, ആ ടണലിനകത്തൂടെയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത്. ഇത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പം ഇതൊരു മലയുടെ അകത്ത്, അതായത് ജർമ്മനിയുടെ ഏറ്റവും ഹയസ്റ്റ് പീക്കിൻ്റെ അതിനെ ഡ്രില്ല് ചെയ്ത് അതിൻ്റെ അകത്തൂടെയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത്. അങ്ങനെ ട്രെയിനിൽ സുക്സ്പിറ്റയുടെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കണ്ടോ ട്രെയിൻ ഏകദേശം നിൽക്കുന്നുണ്ടോ, പാതി ഇറക്കത്തിലും അല്ലാണ്ട് നിൽക്കുന്നത്. ഇത് നമ്മളിവിടെ നിന്ന് നേരെ കേബിൾ കാറിലേക്ക് പോവാ. Amy, Aaron, are you excited? Okay. ഇതൊന്ന് സ്നോ തള്ളി മാറ്റുന്ന ഒരു വെഹിക്കിളാന്ന് തോന്നുന്നു. ഇവിടെ മല കയറി പോവുക. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാണെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി, ഇവിടെ 3 മണിയായി. അപ്പോൾ ഉച്ചക്കുള്ള ലഞ്ചാണ് ഇവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഇനി ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ സുക്സ്പിറ്റയുടെ ഏറ്റവും മേളത്തെ പോർഷനിലേക്ക് പോവാണ്. അതിന് വേണ്ടി ഇവിടെ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഡോർ ഇപ്പോൾ ഓപ്പൺ ആയതിനു ശേഷം ഇതിൽ കയറി ഇവിടെ നേരെ ഏറ്റവും മേളിലേക്ക് പോകും. ഇങ്ങനെ നമ്മൾ കേബിൾ കാറിനകത്തേക്ക് കയറുക.
ഇനി നമ്മളിവിടുന്ന് നേരെ ഈ കാണുന്ന ഇബ്സി എന്ന് പറഞ്ഞ ലേക്കിലേക്ക് ഡയറക്റ്റ് കേബിൾ കാറിലായി പോകുന്നത്. നമുക്കല്ലാതെ ട്രെയിൻ വഴി പോകാനുള്ള ഓപ്ഷനുണ്ട്. ചെവി അടയുന്നുണ്ട് പിള്ളേരുടെ, എല്ലാവരുടെയും ചെവി അടയുന്നുണ്ട്. നമ്മളിപ്പോൾ ആ മേളിൽ നിന്നുള്ള പീക്കിൽ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ -3 ആയിരുന്നു. നേരെ കേബിൾ കാറിൽ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ 10 ഡിഗ്രിയാണ്. ഒരു 10 മിനിറ്റ്സ് റൈഡായിരുന്നു ഈ കേബിൾ കാറിൽ. ഇറ്റ് വാസ് റിയലി നൈസ്. ഇതാണ് ഇബ്സി ലേക്ക്. എന്തൊരു ക്ലിയർ ലേക്കാണ് നോക്കിയേ. ആൻഡ് ദിസ് ഇസ് റൈറ്റ് ഇൻ ദ വാലി ഓഫ് ആൽപ്സ്. കണ്ടോ, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു ഒരു 2-3 എത്ര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താലും നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ ഒരു സ്ഥലം. ആൻഡ് നമ്മൾ പോയി ആ പീക്കാണ് ആ കാണുന്നത്. കണ്ടോ, ആ പീക്കും ആ ഒരു കുരിശാണ് കാണുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ ഇത്രയും താഴെ. ഇതൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഡിഷസ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇബ്സിയിൽ നമ്മൾ ഇപ്പോൾ കേബിൾ കാറിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിനുണ്ട്. ഈ വരുന്ന ട്രെയിനിൽ നമ്മൾ നേരെ കയറി നേരെ ഗാർമിഷിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അടുത്ത എന്താ പറയുക റീജിയണൽ ട്രെയിൻ എടുത്ത് മ്യൂണിക്കിലേക്ക് പോകാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.